ഹായ്, ഞാൻ ഡോക്ടർ അജിന. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസങ്ങളിൽ ഗർഭിണികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ്. ഗർഭാവസ്ഥയെ സാധാരണഗതിയിൽ 3 ട്രൈമസ്റ്ററുകളായി വിഭജിക്കാം. ഇതിൽ ഗർഭധാരണം ഉൾപ്പെടെ 1-ാമത്തെ ആഴ്ച മുതൽ 12-ാമത്തെ ആഴ്ച വരെയുള്ള കാലയളവിനെയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്നറിയപ്പെടുന്നത്. ഈ സമയങ്ങളിൽ ഗർഭിണികളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആർത്തവം അഥവാ മാസമുറ തെറ്റുന്നത് പലപ്പോഴും ഗർഭധാരണത്തിന്റെ ആദ്യത്തെ ലക്ഷണമാണ്. കൃത്യമായ ആർത്തവ ചക്രമുള്ള സ്ത്രീകളിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഗർഭധാരണത്തെ സൂചിപ്പിക്കാം. ഗർഭധാരണം നിലനിർത്താൻ സഹായിക്കുന്ന HCG ഹോർമോണിന്റെ ഉൽപ്പാദനമാണ് ഇതിന് കാരണം. ഇതുപോലെ HCG ഹോർമോണിന്റെയും ഈസ്ട്രജന്റെയും അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഓക്കാനം, മനം പുരട്ടൽ അഥവാ മോർണിംഗ് സിക്നസിലേക്കൊക്കെ നയിക്കാറുണ്ട്. ശരീരത്തിൽ വളരുന്ന ഭ്രൂണത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് കൂടുന്നതും അമിതമായ ക്ഷീണം ഉണ്ടാക്കുന്നു. ഗർഭാവസ്ഥയുടെ ആദ്യത്തെ മാസങ്ങളിൽ ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ഗർഭിണിയുടെ സ്തനങ്ങൾ വീർത്തു വരാനും നിപ്പിൾസിന് ചുറ്റുമുള്ള ഭാഗമായ ഏരിയോളകൾ ഇരുണ്ടു പോവുകയും അവ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യുന്നു. ഇത് കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിനായി ശരീരം തയ്യാറെടുക്കുന്നതിൻ്റെ മുന്നോടിയാണ്. ഇനി സന്തോഷം, വിഷമം, ദേഷ്യം, നിരാശ, ടെൻഷൻ തുടങ്ങി നിരവധി വികാരങ്ങൾ വന്നു പോകാറുണ്ട്. ഇവയൊക്കെ ഈ സമയത്തുണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങളാണെന്ന് ഉൾക്കൊള്ളണം. മണം അറിയുന്നതിനുള്ള കഴിവ് ഈ സമയങ്ങളിൽ ഗർഭിണികളിൽ വളരെ കൂടുതലായിരിക്കും. ആയതിനാൽ ചില ഭക്ഷണങ്ങളുടെ മണം വരെ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. ഒരു പക്ഷേ ആ ഭക്ഷണങ്ങളൊക്കെ പ്രഗ്നൻസിക്ക് മുൻപ് വരെ അവർക്ക് പ്രിയപ്പെട്ടതുമായിരുന്നിരിക്കാം. പ്രഗ്നൻസി ഹോർമോൺ ആയിട്ടുള്ള HCGയും പ്രൊജസ്ട്രോണും ഉയർന്നിരിക്കുന്നത് കൊണ്ട് പെൽവിക് റീജിയണിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടുകയും അത് കിഡ്നി എക്സ്ട്രാ ഫ്ലൂയിഡ് പ്രോസസ്സ് ചെയ്യാൻ കാരണമാക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ഭാഗമായി പ്രഗ്നൻസിയുടെ 2-ാമത്തെ ആഴ്ചയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി മിക്ക ഗർഭിണികളിലും ഉണ്ടാകാറുണ്ട്. അതുപോലെ വജൈനൽ ഡിസ്ചാർജസും നോർമലി ഉള്ളതിനേക്കാൾ കൂടുതലായിരിക്കും. ഗർഭധാരണത്തിൻ്റെ ആദ്യ സമയങ്ങളിൽ, കൃത്യമായി പറഞ്ഞാൽ കൺസീവായി 10 മുതൽ 14 ദിവസമൊക്കെ ആകുമ്പോൾ ചിലരിൽ ചെറിയ ബ്ലഡ് സ്പോട്ടിങ്സ് ഒക്കെ കാണാറുണ്ട്. ഇത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് യൂട്രസിൻ്റെ ലൈനിങ്ങിൽ അറ്റാച്ച്ഡ് ആകുന്നത് മൂലമാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഗർഭാവസ്ഥയുടെ 3-ാമത്തെ ആഴ്ചയിലൊക്കെ ഫുഡ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങും. ഈസ്ട്രജൻ ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. അന്നുവരെ ഇഷ്ടമുണ്ടായിരുന്ന ഫുഡിനോടൊക്കെ ഒരു വിരക്തിയും തിരിച്ചും അനുഭവപ്പെടാം. 3-ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ ഗർഭിണിയുടെ വായിൽ ഒരു മെറ്റാലിക് ടേസ്റ്റ് തോന്നാറുണ്ട്. കൂടാതെ ചായ, കോഫി, എഗ്ഗ്, ഫ്രൈഡ് ഫുഡ്സ് എന്നിവയോടൊക്കെ ഒരു വിരക്തിയും അനുഭവപ്പെടാം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ഒരു മടി കൂടുതലായി തോന്നാം. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കായി ശരീരം തയ്യാറാകുന്നതിൻ്റെ ഭാഗമായാണ്. ഗർഭാവസ്ഥയുടെ 4-ാമത്തെ ആഴ്ചയിലൊക്കെ നിർബന്ധമായും ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കേണ്ടത് ആവശ്യമാണ്. ഈ ആഴ്ചയിലാണ് കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആംനിയോട്ടിക് സാക്ക് ഉണ്ടാകുന്നത്. 4-ാമത്തെ ആഴ്ചയ്ക്കും 10-ാമത്തെ ആഴ്ചയ്ക്കും ഇടയിൽ ബേബിയുടെ അവയവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും ചിലതൊക്കെ ഫങ്ഷൻ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടാകും. പ്രഗ്നൻസിയുടെ 5-ാമത്തെയും 6-ാമത്തെയും ആഴ്ചകളൊക്കെ ആകുമ്പോൾ ചിലരിൽ തലവേദനയും അനുഭവപ്പെടാറുണ്ട്. ഹോർമോൺ വ്യതിയാനങ്ങളും ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ് ഇതിന് കാരണം. ഇതേ സമയം കുഞ്ഞിൻ്റെ ബ്രെയിൻ, പാൻക്രിയാസ്, സ്പൈനൽ കോഡ്, സ്കിൻ, ഹെയർ, നെയിൽസ്, ഹാർട്ട്, മസിൽസ്, ലിവർ, സ്കെലിട്ടൺ, കിഡ്നി തുടങ്ങി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വരെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാകും. 5-ാമത്തെ ആഴ്ചയുടെ അവസാനത്തോടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും ആരംഭിക്കാറുണ്ട്. കൂടാതെ ദഹന വ്യവസ്ഥയും മൂത്രാശയ വ്യവസ്ഥയും ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 6-ാമത്തെ ആഴ്ചയുടെ തുടക്കത്തിലാണ് കുഞ്ഞുങ്ങളുടെ ഹാർട്ട് റെഗുലറായി ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ആയതിനാൽ ഈ സമയത്തെ ഏർലി പ്രഗ്നൻസി സ്കാൻ എടുക്കുന്നതിലൂടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. കുഞ്ഞിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സും ഈ ആഴ്ചകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. കുഞ്ഞുങ്ങളുടെ ചെവിയുടെയും മൂക്കിൻ്റെയും സ്ഥാനങ്ങളിൽ ചെറിയ പിറ്റ്സ് ഒക്കെ ഉണ്ടാകാൻ തുടങ്ങും. കുഞ്ഞുങ്ങളുടെ കൈകാലുകളും വളരാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രഗ്നൻസി ഹോർമോണുകളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലവും ഇടയ്ക്കിടയ്ക്കുള്ള യൂറിനേഷൻ ടെൻഡൻസി മൂലവും ഗർഭിണികളുടെ ഉറക്കം ഈ സമയങ്ങളിൽ ഡിസ്റ്റർബ്ഡ് ആകുന്നു. പ്രഗ്നൻസിയുടെ 7-ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ ചിലരിൽ ഛർദിയും ക്ഷീണവുമൊക്കെ വളരെ അധികം കൂടുതലാവുകയും അത് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ തന്നെ ബാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഹൈപ്പറെമസിസ് ഗ്രാവിഡാരം. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് ആവശ്യമാണ്.
7ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ വയറ് വലിപ്പം വയ്ക്കാൻ തുടങ്ങുന്നതും ചിലർക്ക് ചെറിയ അടിവയർ വേദന, അതായത് ക്രാംസ് പോലെ അനുഭവപ്പെടാറുമുണ്ട്. ഇത് യൂട്രസ് സ്ട്രെച്ച് ആകുന്നത് മൂലം ഉണ്ടാകുന്നതാണ്. അധികമാവുകയാണെങ്കിൽ ഡോക്ടറെ കാണാവുന്നതാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ്ങുകളും കഠിനമായ വയറുവേദനയും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഏർലി മിസ്കാരേജ് അഥവാ അബോർഷൻ സാധ്യതകളാവാം. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ തള്ളിക്കളയാതെ കൃത്യമായ മെഡിക്കൽ അഡ്വൈസ് തേടണം. 8ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ വളർന്നു വരുന്ന ഗർഭാശയം അഥവാ യൂട്രസ് നിങ്ങളുടെ യൂറിനറി ബ്ലാഡർ അഥവാ മൂത്രാശയത്തിൽ പ്രഷർ ചെലുത്തുന്നത് മൂലം മൂത്രം പിടിച്ചു നിർത്താനുള്ള കഴിവ് വളരെ കുറയുകയും ചിലരിൽ അറിയാതെ മൂത്രം പോകുന്ന ഒരവസ്ഥയും ഉണ്ടാകും. കൂടാതെ ചിലരിൽ ഉമിനീര് വായിൽ അധികമായി നിറയുന്നതും ഈ സമയങ്ങളിൽ കണ്ടുവരാറുണ്ട്. ഇവയൊക്കെ സ്വാഭാവികമായുള്ള മാറ്റങ്ങളാണ്. ചുരുക്കം ചിലരിൽ ലൈറ്റ് സ്പോട്ടിംഗ് ഈ 8ാമത്തെ ആഴ്ചയിൽ കാണുന്നു. ഇത് പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്ത് വരുന്നതിൻ്റെയും പ്രഗ്നൻസി ഹോർമോണുകളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടുമാകാം. ഇത് അധികമായാൽ കൂടെ വയറുവേദനയും ഉണ്ടെങ്കിൽ നിർബന്ധമായും ഡോക്ടറെ കാണണം. പ്രഗ്നൻസിയുടെ 9ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ മോർണിംഗ് സിക്നസ്, ക്ഷീണവും ഉറക്കവും ഒക്കെ കാരണം മെൻ്റലി ഒന്ന് ടയേർഡ് ആകാറുണ്ട് മിക്ക ഗർഭിണികളും. പറ്റുന്ന സമയത്തൊക്കെ ശരീരത്തിന് വേണ്ട വിശ്രമം കൊടുക്കുകയും നല്ല ഹെൽത്തിയായ ഭക്ഷണ രീതികൾ പിന്തുടരുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടൊപ്പം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതിലൂടെയും ഒക്കെ ഇതിനെ ഒരു പരിധിവരെ ഓവർകം ചെയ്യാൻ കഴിയും. കൂടാതെ ഈ സമയങ്ങളിൽ ദഹന പ്രശ്നങ്ങളും വയറുവീർക്കൽ അഥവാ ബ്ലോട്ടിങ്ങും നെഞ്ചരിച്ചിൽ അഥവാ ഹാർട്ട് ബേണും ഒക്കെ ഉണ്ടാകാറുണ്ട്. 10ാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ വജൈനൽ ഡിസ്ചാർജസ് അധികമായി തോന്നാം. ഇത് കളർ ചേഞ്ചസോ സ്മെല്ലോ ചൊറിച്ചിലോ ഇല്ലാത്തിടത്തോളം നോർമലാണ്. മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഇൻഫെക്ഷൻ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ മെഡിക്കൽ അഡ്വൈസ് എടുക്കേണ്ടത് ആവശ്യമാണ്. ബ്ലഡ് ഫ്ലോ കുറയുന്നത് മൂലവും യൂട്രസിൻ്റെ സൈസ് കൂടുന്നത് കൊണ്ടും പ്രഗ്നൻസി ഹോർമോൺ വ്യതിയാനങ്ങൾ മൂലവും വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകളും ചിലരിൽ പൈൽസും മറ്റു ചിലരിൽ വൾവൽ വെരിക്കോസ് വെയിനായും കാണപ്പെടാറുണ്ട്. ഇതും ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണേണ്ടത് ആവശ്യമാണ്. 10ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ ആക്റ്റീവ് ആകാൻ തുടങ്ങിയിട്ടുണ്ടാകും. ചെറിയ രീതിയിൽ ചില കുഞ്ഞുങ്ങൾ കിക്ക് ചെയ്യാനൊക്കെ തുടങ്ങും. പ്രഗ്നൻസിയുടെ 11ാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ ശരീരം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കായി തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി വയറിനെ സപ്പോർട്ട് ചെയ്യുന്ന ലിഗമെൻറ്റ്സ് ഒക്കെ സ്ട്രെച്ച് ആകാൻ തുടങ്ങുകയും അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ വയറിൻ്റെ വലതുവശത്തായി ചെറിയ വേദനകളൊക്കെ അനുഭവപ്പെടുകയും ചെയ്യും. ഇനി പ്രഗ്നൻസിയുടെ 12ാമത്തെ ആഴ്ച അഥവാ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ അവസാനമൊക്കെ ആകുമ്പോൾ ഗർഭിണികളുടെ നിപ്പിൾസ് ഒക്കെ കൂടുതൽ പ്രോമിനൻ്റ് ആകാൻ തുടങ്ങും. കൂടാതെ നിപ്പിൾസിന് ചുറ്റും മോണ്ടോക്മറി ട്യൂബർക്കിൾ അഥവാ ചെറിയ ഗ്ലാൻസ് ഒക്കെ ഉയർന്നു വരികയും അത് നിപ്പിൾസിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തയ്യാറാക്കുന്ന വിധം ലൂബ്രിക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഗർഭിണികൾ ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ മാസങ്ങളിലൊക്കെ ചെറിയ അളവിൽ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് അവരിലെ വൊമിറ്റിംഗ് ടെൻഡൻസി കുറയ്ക്കാനും എനർജി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒന്നാണ്. ഗർഭിണികൾ മതിയായ അളവിൽ വെള്ളം കുടിച്ച് ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടതും അത്യാവശ്യമാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനും ശ്രമിക്കണം. ഫോളിക് ആസിഡ്, കാൽഷ്യം, അയൺ തുടങ്ങിയവ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ആവശ്യമെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം സപ്ലിമെൻസുകളും എടുക്കണം. കൃത്യമായ ഉറക്കവും ചെറിയ വ്യായാമങ്ങളും ചെയ്യുന്നത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്നാൽ ഗർഭകാലത്തിൽ പുതിയ എക്സർസൈസുകൾ ഏതെങ്കിലും ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഗൈനക്കോളജി ഡോക്ടറുടെ അഭിപ്രായം തേടണം. അമിതമായ രക്തസ്രാവമോ കഠിനമായ വയറുവേദനയോ ഒക്കെ അനുഭവപ്പെട്ടാൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആദ്യത്തെ 3 മാസങ്ങളിൽ ഗർഭിണികൾ കൂടുതൽ സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കാൻ ശ്രമിക്കണം. ദീർഘദൂര യാത്രകൾ അത്യാവശ്യമല്ലെങ്കിൽ ഒഴിവാക്കുന്നതും ഇനി അത്യാവശ്യമുള്ളവയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം തുടരാവുന്നതുമാണ്. മദ്യപാനവും പുകവലിയും ശീലമുള്ളവരാണെങ്കിൽ നിർബന്ധമായും അവ രണ്ടും പൂർണ്ണമായി ഒഴിവാക്കണം. ഫസ്റ്റ് ട്രൈമസ്റ്റർ അഥവാ ഗർഭകാലത്തിൻ്റെ ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള ആഴ്ചകളിൽ ഭ്രൂണം വളരെ വേഗത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. കുഞ്ഞിൻ്റെ പ്രധാനപ്പെട്ട അവയവങ്ങളൊക്കെ ഈ കാലയളവിലാണ് ഉണ്ടാകാറ്. ആയതിനാൽ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രധാനമായും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്